Dear students, NIOS Plus Two 2021-22 ബാച്ചിൻ്റെ മലയാളം അസൈൻമെൻറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആശയങ്ങൾ ചുരുക്കിയും എഴുതാം, വിപുലമാക്കിയും എഴുതാം. ഞാനിവിടെ ആശയങ്ങൾ അല്പം വിപുലമാക്കിയാണ് എഴുതിയിട്ടുള്ളത്. കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവ ക്രമത്തിൽ വായിച്ചുകൂടി തരുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഞാൻ ഒന്നാമത്തെ ചോദ്യമാണ് തിരഞ്ഞെടുക്കുന്നത്. ഫസ്റ്റിൽ ഒന്നാമത്തെ ചോദ്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്: തീവണ്ടി ആപ്പീസിൽ മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനെ തീവണ്ടി ചെല്ലാത്തൊരിടത്തിലേക്കാണ് അവൻ്റെ യാത്രയെന്ന് കവി സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട്? മലയാള കവിതയിൽ ശബ്ദസുന്ദരമായ വരികളിലൂടെ വായനക്കാരുടെ മനം കവർന്ന കവിയായിരുന്നു ആധുനിക കവിത്രയത്തിലൊരാളായ വള്ളത്തോൾ നാരായണ മേനോൻ. ചൂഷണത്തിനെതിരെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നതാണ് വള്ളത്തോളിൻ്റെ മാപ്പ് എന്ന കവിത. പല ദിക്കുകളിലേക്ക് പോകാൻ തിരക്കിടുന്ന യാത്രക്കാർ തിങ്ങിയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം കാണിച്ചുകൊണ്ടാണ് കവി ഈ കവിത ആരംഭിക്കുന്നത്. തീവണ്ടി ആപ്പീസിൽ കാത്തു നിൽക്കുന്നവർ വണ്ടിയിൽ കയറി എവിടേക്കെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നവരാണ്. പക്ഷേ അവിടെ കിടക്കുന്ന സാധു മനുഷ്യനാകട്ടെ പരലോകത്തേക്ക് പോകാനാണ് ഒരുങ്ങുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്രയായതുകൊണ്ടാണ് തീവണ്ടി ചെല്ലാത്തൊരിടത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ഭൂലോകത്തുള്ള ജീവിതം അത്ര കഷ്ടപ്പാട് നിറഞ്ഞതുകൊണ്ടാവാം അയാൾ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുന്നത്. രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ 1 തന്നെയാണ്. പഴയ കാലത്തെ ആശയവിനിമയ രീതികൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ശ്രീ ഉമ്മർ ടി.കെയുടെ മാധ്യമങ്ങളുടെ ലോകം അതിൽ പഴയകാലത്തെയും പുതിയ കാലത്തെയും ആശയവിനിമയ രീതികളെപ്പറ്റി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആശയവിനിമയത്തിന് മനുഷ്യചരിത്രത്തോളം പഴക്കമുണ്ട്. എഴുത്തും വായനയും അറിയാതിരുന്ന കാലത്ത് നമ്മുടെ പൂർവികർ ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട്. ഇന്നു കാണുന്ന എല്ലാ പുരോഗതികൾക്കും ശരിയായ ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യമുണ്ട്. ആംഗ്യത്തിൽ നിന്ന് ശബ്ദങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മനുഷ്യൻ നേടിയ പുരോഗതി ഇന്ന് ഉപഗ്രഹ വാർത്താവിനിമയ രംഗത്തിൻ്റെ നൂതന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അറിയാനും അറിയിക്കാനുമുള്ള മനുഷ്യൻ്റെ താല്പര്യം സഹജവും സ്വാഭാവികവുമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യചരിത്രത്തോളം പ്രാധാന്യമുണ്ട് ആശയവിനിമയത്തിന്. ആംഗ്യങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ കൈമാറിയിരുന്ന മനുഷ്യൻ അടുത്ത ഘട്ടത്തിൽ ഭാഷണങ്ങളിലൂടെയും പിന്നീട് എഴുത്തിലൂടെയും വിവരങ്ങൾ പരസ്പരം കൈമാറാനുള്ള അവസരങ്ങൾ വർദ്ധിച്ചു. തമ്പേറടിച്ചും ചെണ്ട കൊട്ടിയും ദൂതന്മാർ മുഖേനയുമൊക്കെയായിരുന്നു ആദ്യകാലത്ത് മനുഷ്യൻ വിവരങ്ങൾ കൈമാറിയിരുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ 1 ചോദ്യം ഇതാണ്: ഗാന്ധിജി അലക്കുകാരൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനായതെങ്ങനെ? ഗാന്ധിജിക്ക് ജീവിത ആരംഭ കാലഘട്ടത്ത് സുഖസൗകര്യങ്ങളോടുകൂടിയ ജീവിതമായിരുന്നു. എന്നാൽ ആ പരീക്ഷണം കുറച്ചുകാലം കൊണ്ട് തീർന്നു. ഈ സുഖജീവിതമൊന്നും അദ്ദേഹത്തെ സ്വാധീനിച്ചില്ല. ചെലവ് ചുരുക്കി ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അലക്കുകാരന് കൊടുക്കേണ്ട തുക വളരെ വലുതായിരുന്നു. മാത്രമല്ല അയാൾ കൃത്യമായി അലക്കിത്തരാത്തതിനാൽ 2-3 ഡസൻ ഷർട്ടും കോളറും കൊണ്ടുപോലും മതിയാകാതെയും വന്നു. കോളർ ദിവസവും മാറ്റണമായിരുന്നു. ഷർട്ട് ദിവസവുമില്ലെങ്കിൽ ഒന്നിടവിട്ടെങ്കിലും മാറ്റണം. അത് ഇരട്ടി ചിലവിന് കാരണമായി. അദ്ദേഹത്തിനത് അനാവശ്യമായി തോന്നി. അതുകൊണ്ട് അലക്കാനുള്ള സാധന സാമഗ്രികൾ വാങ്ങി സ്വയം അലക്കി തുക ലാഭിക്കാൻ മുതിർന്നു. അലക്കിനെപ്പറ്റി ഒരു പുസ്തകം വാങ്ങി ആ വിദ്യ പഠിക്കുകയും ഭാര്യയെ പഠിപ്പിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ ജോലിഭാരം വർദ്ധിപ്പിച്ചെങ്കിലും അതിൻ്റെ പുതുമ അദ്ദേഹത്തിനൊരു ആനന്ദമായിരുന്നു. സ്വന്തമായി ആദ്യമായി അലക്കിയ കോളർ അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാനാകില്ല. ആവശ്യത്തിലധികം കഞ്ഞിപ്പശ ചേർത്ത് തേപ്പ് പെട്ടി അധികം ചൂടാക്കാതെ അദ്ദേഹം ഇസ്തിരി ഇടുമായിരുന്നു. അങ്ങനെയാണ് അലക്കുകാരൻ്റെ അടിമത്തത്തിൽ നിന്ന് അദ്ദേഹം മോചിതനായത്. നാലാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ 2 ആണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് താൻ പിറന്ന വീടിൻ്റെ അയൽപക്കത്തെ ഓർത്തെടുക്കുന്നതെങ്ങനെ? മലയാള സാഹിത്യത്തിലും സംസ്കൃതത്തിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന സുകുമാർ അഴീക്കോട് 1926 മെയ് 12 ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, രാജാജി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചു. തത്വമസി, മലയാള സാഹിത്യ വിമർശനം, ആശാന്റെ സീതാകാവ്യം, ഗുരുവിൻ്റെ ദുഃഖം എന്നീ നിരവധി കൃതികൾ രചിച്ചു. അദ്ദേഹത്തിൻ്റെ ലേഖനമായ
അയൽപക്കം എന്ന ഉപനിഷത്ത് അതിലെ ഭാഗമാണ് ചോദ്യത്തിലുള്ളത്. അയൽപക്കത്തിൻ്റെ പ്രാധാന്യം ഇതിലൂടെ അദ്ദേഹം നമ്മെ മനസ്സിലാക്കി തരുന്നു. ഉപനിഷത്തിനെ പറ്റി പഠിച്ചു തുടങ്ങുന്ന കാലത്ത് അതിൽ അയൽവീട് എന്നതിനെപ്പറ്റി കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നി. ബ്രഹ്മത്തിലേക്കുള്ള വഴിയിൽ എവിടെയോ അയൽപക്കത്തിന് സ്ഥാനമുണ്ടെന്ന ചിന്ത അദ്ദേഹത്തിലുണ്ടായി. ഈശ്വരസ്നേഹം തുടങ്ങേണ്ടത് അയൽപക്ക സ്നേഹത്തിൽ നിന്നാണ്. പക്ഷേ നാം ഇന്ന് വിരോധം തുടങ്ങുന്നത് അയൽപക്കത്തു നിന്നാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഗ്രാമീണ ജീവിതത്തിൽ അയൽപക്കത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അദ്ദേഹം പിറന്ന വീടിൻ്റെ അയൽ വീട്ടുകാർ മിക്കതും മുസ്ലിങ്ങളായിരുന്നു. അന്ന് മാപ്പിള എന്ന വാക്കാണ് കൂടുതലായി ഉപയോഗിച്ചു വന്നത്. മുണ്ടുടുക്കൽ, പള്ളിയിൽ പോകൽ, തട്ടമിടൽ, ദൈവമെന്നോ ഈശ്വരനെന്നോ പറയാതെ അല്ലാ എന്ന വിളി, ഇതൊക്കെയാണ് മാപ്പിള വീട്ടുകാരുടെ വ്യത്യാസങ്ങൾ. പക്ഷേ അവർ അതുകൊണ്ട് അന്യരല്ല എന്നും ശത്രുക്കളല്ല, ഒന്നിച്ചുകൂടി കഴിയേണ്ടവരാണ് എന്നും ഞങ്ങൾ കുഞ്ഞിലെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഒരു ദൈവം മനുഷ്യന് എന്ന സൂക്തമൊക്കെ കേൾക്കുന്നതിന് മുമ്പേ തന്നെ അയൽപക്ക സ്നേഹം അറിഞ്ഞിരുന്നു. കളിയും ചിരിയും ശണ്ടകൂടലും ചീത്തവിളിയുമെല്ലാം കുട്ടിക്കാലത്ത് കൂട്ടായി നടന്നിരുന്നു. അയൽപക്കത്തെ സ്നേഹിക്കുക എന്നത് നല്ല ഉപദേശമാണ്. ആ ഉപദേശം കുട്ടികൾക്ക് എന്നതിലേറെ വേണ്ടത് മുതിർന്നവർക്കാണ്. കുട്ടികൾ കലഹിച്ചാൽ അതവിടെ തീരും. എന്നാൽ മുതിർന്നവർ കലഹിച്ചാൽ അത് കൊലപാതകം വരെ വലുതായെന്നും വന്നുകൂടായികയില്ല. രാഷ്ട്രങ്ങളായാലും ഈ അയൽപക്ക വേദാന്തങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ സ്വസ്ഥ ജീവിതം നശിക്കും. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വലിയ ദൗർബല്യം നമ്മുടെ അയൽ നാടുകളോട് ഇണങ്ങിപ്പോകാൻ നമ്മുടെ നയതന്ത്ര നൈപുണ്യം മൂലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും പുരോഗതിക്കും അയൽപക്ക ബന്ധങ്ങൾ ഒഴിവാക്കാൻ വയ്യാത്തതാണെന്നും അതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചുമാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അയൽപക്കത്തെ ഉപനിഷത്ത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പ്രാധാന്യവും നമുക്ക് മനസ്സിലാകുന്നു. 5ാമത്തെ ചോദ്യം, അതിൽ ഓപ്ഷൻ 1. തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും ജീവിതാവസ്ഥ താരതമ്യം ചെയ്യുന്നതാണ് മാപ്പ് എന്ന കവിത. സമർത്ഥിക്കുക. മലയാള കവിതയിൽ ശബ്ദസുന്ദരമായ വരികളിലൂടെ വായനക്കാരുടെ മനം കവർന്ന കവിയായിരുന്നു ആധുനിക കവിത്രയത്തിൽ ഒരാളായ വള്ളത്തോൾ നാരായണമേനോൻ. ചൂഷണത്തിനെതിരെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നതാണ് വള്ളത്തോളിൻ്റെ മാപ്പ് എന്ന കവിത. പല ദിക്കുകളിലേക്ക് പോകാൻ തിരക്കിടുന്ന യാത്രക്കാർ തിങ്ങിയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം കാണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. സ്നേഹത്തിൻ്റെ മലിനമായ ഒരു കോണിൽ ഒറ്റയ്ക്ക് ഒരാൾ മലർന്നു കിടക്കുന്നു. ഈ ചിത്രം കവിതയ്ക്ക് നാടകീയമായ ഒരു തുടക്കമാകുന്നു. മെലിഞ്ഞ് വിരൂപമായ ഒരാളാണത്. തീവണ്ടി ചെല്ലാത്തിടത്തേക്കാണ് ഇയാൾക്ക് യാത്ര ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അത് ക്ലേശകരമായ യാത്രയാണെന്ന് കൂടി പറയുമ്പോൾ യാത്രയ്ക്ക് വ്യത്യസ്തമായ അർത്ഥമാണ് കൈവരുന്നത്. മരണം കാത്തു കിടക്കുകയാണ് അയാൾ. ദീർഘയാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്ന ഇയാൾക്ക് കുപ്പായമോ കുടയോ മാറാപ്പോ വിരിപ്പോ ചെരുപ്പോ ഒന്നുമില്ല. പിശാചിനെ പോലെ അത്യാഗ്രഹിയായി നടക്കുന്ന ഒരു മുതലാളിയാണ് ഈ സാധു മനുഷ്യൻ്റെ കഷ്ടാവസ്ഥയ്ക്ക് ഉത്തരവാദി. മുതലാളി വർഗം അവരുടെ സുഖലാഭങ്ങൾക്കു വേണ്ടി ഇയാളുടെ ചോരയും നീരും ഊറ്റിയെടുത്തു. തൊഴിലാളികളെ കനിവില്ലാതെ കണക്കറ്റ് ചൂഷണം ചെയ്യുന്ന ധനിക വർഗത്തെ നേരിട്ട് വിമർശിക്കുകയാണ് കവി ചെയ്യുന്നത്. അച്ഛനമ്മമാരും മക്കളുമടങ്ങുന്ന ഒരു കുടുംബം ഇയാൾക്കുമുണ്ടായിരുന്നു. ഇയാൾ ഇവിടെ കിടന്ന് മരിക്കുന്നതോടെ ഒരു കുടുംബം അനാഥമായി തീരുമെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. മരണം കാത്തുകിടക്കുന്ന ഒരു പാവം തൊഴിലാളിയാണ് അയാൾ. ഭാരത പൗരനെന്ന നിലയിൽ അഭിമാനം കൊണ്ടിരുന്ന കവിയായിരുന്നു വള്ളത്തോൾ നാരായണമേനോൻ. പക്ഷേ ദരിദ്ര തൊഴിലാളി വർഗം അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ കാണുമ്പോൾ ഈ നാടിനെ പഴിക്കാൻ കവി മടിക്കുന്നില്ല. വിശപ്പിൽ വീണ് മനുഷ്യൻ മരിക്കേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനും സൽപ്പേരിനും കളങ്കമാകുമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുതലാളിമാരുടെ ജീവിതം സുഖങ്ങളും ഐശ്വര്യവും നിറഞ്ഞതാണ്. അവർക്ക് വേണ്ടി രാപ്പകൽ പണിയെടുത്ത് ചോരയും നീരും വറ്റിയവരാണ് തൊഴിലാളികൾ. മുതലാളിമാർ ദേവന്മാരെ പോലെ അമൃതതുല്യമായ വിഭവങ്ങൾ ഭക്ഷിച്ച് മണിമേടകളിൽ താമസിക്കുമ്പോൾ ഇത്തരം സുഖങ്ങളൊന്നുമില്ലാതെ തൊഴിലാളികൾ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം പോലും ലഭിക്കാതെ എവിടെയെങ്കിലും കിടന്നു മരിക്കേണ്ടി വരുന്നു. ഇപ്രകാരമാണ് മുതലാളിമാരുടെയും തൊഴിലാളികളുടെയും ജീവിതം. സമൂഹത്തിലെ സാമ്പത്തിക അസമത്വങ്ങളെക്കുറിച്ച് പ്രകടമായി തന്നെ കവിതയിൽ വിമർശിച്ചിട്ടുണ്ട്. അടുത്തത് 6ാമത്തേത് പ്രൊജക്റ്റ് വർക്കിലുള്ളത് 2ാമത്തേതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജീവിത വിജയത്തിന്
ലളിത ജീവിതം അനിവാര്യമാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം തയ്യാറാക്കുക. ബഹുമാന്യരെ, ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ലളിത ജീവിതം. എന്താണ് ലളിത ജീവിതം? ആർഭാടത്തിനും ആഡംബരത്തിനും സ്ഥാനമില്ലാതെ ചെലവ് കുറച്ചുകൊണ്ട് ചുരുങ്ങിയ ആവശ്യങ്ങൾക്ക് മാത്രം മിതമായി ചെലവ് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണത്. എന്നാൽ ഇന്ന് കണ്ടുവരുന്ന വിവാഹങ്ങളിലും ജന്മദിന ആഘോഷങ്ങളിലും ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളിലും മറ്റും ആഡംബരത്തിനും പൊങ്ങച്ചത്തിനുമാണ് മുൻഗണന നൽകി വരുന്നത്. ആഭരണങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ, പാരിതോഷികങ്ങൾ, ഓഡിറ്റോറിയം, പന്തൽ, സ്റ്റേജ്, അലങ്കാരങ്ങൾ, സദ്യ, കലാപരിപാടികൾ, വീഡിയോ, ഫോട്ടോ ആൽബം തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും ആർഭാടത്തിൻ്റെ തിരതള്ളൽ കാണാം. ഇത്തരമൊരു സന്ദർഭത്തിൽ ലളിത ജീവിതം ഒരിക്കലും സാധ്യമാകുന്നില്ല. ലളിത ജീവിതത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗാന്ധിജി. വളരെ സുഖസൗകര്യങ്ങളോടുകൂടിയ ജീവിതം നയിക്കാമായിരുന്നു എങ്കിലും അദ്ദേഹം തിരഞ്ഞെടുത്തത് ലളിത ജീവിതം ആയിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള സുഖസൗകര്യങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ആഡംബര ജീവിതം അദ്ദേഹത്തെ ഒരിക്കലും സ്വാധീനിച്ചിരുന്നില്ല. ജീവിതയാത്രയുടെ ആദ്യ നാളുകളിൽ പോലും ചെലവ് ചുരുക്കി ജീവിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുന്ന കൂലി കൂടുതലായതിനാൽ അലക്കുകാരനെ ഒഴിവാക്കി അദ്ദേഹം സ്വന്തമായി വസ്ത്രമലക്കൽ ആരംഭിച്ച വ്യക്തിയാണ്. അതിനായി അദ്ദേഹം ആദ്യം പുസ്തകങ്ങൾ വാങ്ങി അതിൽ നോക്കിയാണ് അലക്കുന്നതിനെപ്പറ്റി പഠിച്ചത്. അലക്കുകാരൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനായ പോലെ തന്നെ അദ്ദേഹം ക്ഷുരകനെ ആശ്രയിക്കുന്നതും ഒഴിവാക്കിയിരുന്നു. സ്വന്തം കാര്യങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കരുതെന്നുകൂടി നമ്മെ പഠിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി. ഗാന്ധിയൻ ആദർശങ്ങളിൽ തന്നെ കുടുംബജീവിതം സുഖകരമാക്കാൻ സഹായിക്കുന്ന വസ്തുതകളെപ്പറ്റി പറയുന്നുണ്ട്. ലാളിത്യം, സ്വാശ്രയം, വരവറിഞ്ഞു ചെലവ് ചെയ്യൽ തുടങ്ങിയവ പ്രധാന ഗാന്ധിയൻ ആദർശങ്ങളാണ്. ചെറുതാണ് സുന്ദരം എന്ന ആശയത്തിന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട്. ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങി എല്ലാ രംഗങ്ങളിലും ഈ ആശയം പ്രാമുഖ്യത്തോടെ നിലനിൽക്കുന്നു. ചെറുത് എന്നാൽ അതൊരു അളവ് മാത്രമാണ്. എളിമ, സൗന്ദര്യം, സൗകര്യം, സമയലാഭം തുടങ്ങി പല കാര്യങ്ങളുമായി ആ വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിനായി ലളിത ജീവിതം കൈമുതലാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ലളിത ജീവിതത്തിലൂടെ മാതൃക കാട്ടിക്കൊണ്ട് നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൂടി വഴികാട്ടിയാകാം. നന്ദി, നമസ്കാരം.